that is life cycle of algae. There are 5 different life cycles present in algae. They are haplontic, diplontic, diplohaplontic, diplobiontic, and haplobiontic. That the last two I will explain it. Okay. First of all, life cycle. നമുക്ക് ഫസ്റ്റത്തെ ലൈഫ് സൈക്കിൾ ഏതാണ് നമ്മൾ നോക്കാം. That is haplontic. As the name indicates, the major phase in this algal group will be the haploid phase. Haploid phase ആയിരിക്കും ഏറ്റവും predominant ആയിട്ട് കാണപ്പെടുക. അങ്ങനെയുള്ള ഫേസിനെയാണ്, അങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെയാണ് haplontic life cycle എന്ന് പറയുന്നത്. So if you represent a haplontic life cycle of algae, you can see the life cycle will be like this. So there is a gametophyte which is haploid. This gametophyte, this is the predominant phase in this algae. This gametophyte will produce gametes. Two types of gametes. Okay, there may be in this, actually this is a primitive type of algae. Here you can see isogametes. Gametes will be similar. So it will produce isogametes. This isogametes are the product of gametic mitosis. Gametic mitosis വഴിയാണ് ഇവിടെ gametes പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Gametophyte പ്ലോയിഡി, it is haploid. Gamete പ്ലോയിഡി, which is also haploid, that means meiosis നടന്നിട്ടില്ല, അഥവാ മൈറ്റോസിസ് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡിവിഷൻ മൈറ്റോസിസ് ആയതുകൊണ്ട് ഇവിടെ ഗ്യാമെറ്റിക് മൈറ്റോസിസ് ഹാപ്പൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, in the next step, this gametes fuse to form a diploid zygote, which is represented in red color. 2n. So n fuse to form 2n. Okay, and this zygote soon undergoes meiosis to form zoospores. This zoospore germinates and form the gametophyte. So you can see the diploid phase is restricted to zygote only, and all other phases, actually here the predominant or dominant phase is gametophyte. So this type of life cycle is known as haplontic. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് വിൽ ബി മൾട്ടി സെല്ലുലാർ, അഥവാ നമ്മൾ ആ കാണുന്ന ഗ്യാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ബട്ട് സൈഗോട്ട് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ ദർ ഈസ് ഗ്യാമെറ്റിക് മൈറ്റോസിസ്, ഗ്യാമേറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മൈറ്റോസിസ് ഉണ്ടാകും. നെക്സ്റ്റ്, zygote will be the only diploid phase which is unicellular. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ടിക് മിയോസിസും നടക്കും. ഓക്കെ, അപ്പോൾ 3 ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഗ്യാമറ്റിക് മൈറ്റോസിസ്, zygote is the only diploid phase, and zygotic meiosis. ഇതിനെയാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, which can be seen in spirogyte. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അഥവാ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഹിയർ ദ പ്രോമിനന്റ് ഓർ ഡോമിനന്റ് ഫേസ് വിൽ ബി സ്പോറോഫൈറ്റിക് ഓർ ഡിപ്ലോയിഡ് ഫേസ്. ഹാപ്ലോയിഡ് ഫേസ് വിൽ ബി റെസ്ട്രിക്റ്റഡ്. സോ ഇവിടെ നോക്കുക, ഈ ലൈഫ് സൈക്കിളിൽ റെഡിൽ റെപ്രസെന്റ് ചെയ്ത എല്ലാം സ്പോറോഫൈറ്റിക് ജനറേഷനാണ്. ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് ആ മിയോസിസ് കഴിഞ്ഞ് ഗ്യാമേറ്റ് ഉണ്ടാകുന്നതും ആ ഗ്യാമറ്റിക് ഫ്യൂഷൻ്റെ ജസ്റ്റ് മുന്നുള്ള ടൈമാണ്. അപ്പോൾ ശരിക്കും ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഇത്ര ഭാഗമേ ഉള്ളൂ. ബാക്കി മൊത്തം പ്രിഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ആണെങ്കിൽ അങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളൊരു
താലസ് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഇവിടെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ മൾട്ടി സെല്ലുലാർ ഗാമറ്റോഫൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അതവിടെ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ സ്പോറോഫൈറ്റ് ആണ് എന്ത് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും ഡോമിനന്റ് phase will be the sporophytic phase. Okay, the sporophytic phase is diploid, which will produce gametangia. What is gametangia? A sac which bears gametes. What is sporangia? A sac which bears spores. So gamete bearing sac will be produced by the sporophyte. Okay, this gametangia undergoes meiosis. So after meiosis it will produce gametes of opposite strain, which will be haploid. So this haploid gametes undergoes fusion to form diploid zygote. Again the phase is shifted to diploid phase. Okay, so gametangia is there. After that gametes will be produced. Upon fusion they will produce zygote. Then they will continue the sporophytic phase again. So here what you can see is that the sporophyte will be multicellular. You can see gametogenic meiosis. അഥവാ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിയോസിസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എങ്ങനെയായിരുന്നു? ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മൈറ്റോസിസ് ആയിരുന്നു. പക്ഷെ ഇവിടെയോ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മിയോസിസ് ആണ്. പിന്നെ എന്താ കാണാൻ പറ്റുക? സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നത്, അഥവാ വി ഓൾ നോ ദാറ്റ് സൈഗോട്ട് ഇസ് എ യൂണിസെല്ലുലാർ സ്ട്രക്ചർ അല്ലേ? എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ സൈഗോട്ട് വിൽ ബി യൂണിസെല്ലുലാർ. ദിസ് സൈഗോട്ട് അതൊരു മൾട്ടി സെല്ലുലാർ ഫോം ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് അണ്ടർഗോ ഡിവിഷൻ അല്ലേ? ഡിവിഷൻ അണ്ടർഗോ ചെയ്യണം. ലുക്ക് അറ്റ് ദ പ്ലോയിഡി ഓഫ് സ്പോറോഫൈറ്റ് ആൻഡ് സൈഗോട്ട്. ബോത്ത് ആർ ഡിപ്ലോയിഡ്. 2n ആണ് 2n ആണ് അല്ലേ? അപ്പോൾ മിയോസിസ് കടന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറ്റുക? 2n n ആയിട്ട് മാറും. അത് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. 2n n ആയിട്ട് മാറും. സോ അവിടെ ഒരിക്കലും മിയോസിസ് നടക്കാൻ പാടില്ല. മറിച്ച് എന്തേ നടക്കാൻ പറ്റുള്ളൂ? മൈറ്റോസിസേ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2n എന്നുള്ള യൂണിസെല്ലുലാർ ഫോം അണ്ടർഗോസ് മൈറ്റോസിസ് ടു ഫോം എ മൾട്ടിസെല്ലുലാർ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. സോ ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് നോക്കാൻ പറ്റും, കാണാൻ പറ്റും. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രിഡോമിനന്റ് ഫേസ്. പിന്നെയോ ഗാമറ്റോജനിക് ആയിട്ടുള്ള മിയോസിസ് നടക്കുന്നു, സൈഗോട്ടിക് മൈറ്റോസിസും നടക്കുന്നു. അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. സോ ദിസ് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ ക്യാൻ ബി സീൻ ഇൻ സർഗാസം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇസ് third one is diplohaplontic. Diplohaplontic, as the name indicates, both the phases are equally important or equally dominant. But രണ്ട് phase, diploid phase will be dominant, haploid phase also have their own dominance. അങ്ങനെയുള്ളതിനെയാണ് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, പ്ലാൻ ബോഡി നോക്കുക, സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാൻ ബോഡി 2n ആണ്, which undergoes meiosis to form zoospores. Zoospores germinate to form gametophyte, gamete-bearing plant, which will be multicellular. The same sporophyte will be multicellular. So both the sporophyte and gametophyte will be multicellular in diplohaplontic. That means they are equally important. Okay, gametophytic phase will produce gametangia or gamete-bearing sacs. This will produce gametes. This gametes undergoes fusion to form diploid zygote, which germinate into a sporophyte. Okay, ഇവിടെ നോക്കുക, സ്പോറോഫൈറ്റിൽ സ്പോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പോറിക് മിയോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, സ്പോറിക് മിയോസിസ്, സ്പോറോഫൈറ്റിൽ സ്പോറിക് മിയോസിസ്. നെക്സ്റ്റോ ഗ്യാമേറ്റ് ഉണ്ടാവണമെന്ന് നോക്കുക. ഗ്യാമറ്റോഫൈറ്റ് എന്നാണ്, ഗാമറ്റാൻജിയ എന്നാണ്. ഗാമറ്റാൻജിയയിൽ മൈറ്റോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ഗ്യാമേറ്റ് ഉണ്ടാകുന്നത്, അഥവാ ഗ്യാമെറ്റിക് മൈറ്റോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, സൈഗോട്ട് നേരെ സൈഗോട്ടിക് മൈറ്റോസിസ് നടന്നിട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഇവിടുത്തെ അതേപോലെ തന്നെ സൈഗോട്ടിൽ മൈറ്റോസിസ് നടന്നിട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും.
ഇതാണ് ഈ ഒരു ഫേസിന്റെ പ്രത്യേകത. ഇത് നമുക്ക് കാണാൻ പറ്റിയ ക്ലാഡോഫോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷ്യസിനകത്താണ്. ഈ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ക്യാൻ ബി classified into two major categories. They are isomorphic diplohaplontic and heteromorphic diplohaplontic. പേരിൽ തന്നെയുണ്ട് ഐസോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗ്യാമറ്റോഫൈറ്റ് ആർ മോർഫോളജിക്കലി സിമിലർ, അഥവാ ഈ സ്പോറോഫൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും ഗ്യാമറ്റോഫൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും രണ്ടും പ്രിഡോമിനൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അവർ മോർഫോളജിക്കലി നോക്കുമ്പോൾ ഒരേപോലെ തോന്നിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് ഐസോമോർഫിക് ഡിപ്ലോഹാപ്ലോണ്ടിക് എന്ന് പറയുന്നത്. ഇഫ് സ്പോറോഫൈറ്റിന്റെ സ്ട്രക്ചർ വേറെയും ഗ്യാമറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ വേറെയാണെങ്കിൽ മോർഫോളജിക്കലി then they are known as heteromorphic diplohaplontic life cycle. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു.